അവസാന ശ്വാസം വരെ ഇറാൻ തിരിച്ചടിച്ചു. ഒത്തോ ഒത്തില്ല, ഒടുവിൽ നിർത്തി. രണ്ടുപേരും വന്ന് എന്നോട് സമാധാനം വേണമെന്ന് പറഞ്ഞെന്ന് നമ്മുടെ ട്രംപ് മച്ചമ്പി. അമേരിക്ക ഞങ്ങളോട് കെഞ്ചിയെന്ന് ഇറാൻ. വല്യച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു എന്ന് നെതന്യാഹു. സംഗതി ഒരു കാര്യം പകൽ പോലെ വ്യക്തമായി. അടി കൊണ്ടാൽ ആർക്കും വേദനിക്കും. അടി എവിടെ നിന്നും കിട്ടാം. അടിക്കാൻ എപ്പോഴും എല്ലാവരും കൂടെ നിൽക്കണമെന്നില്ല. ഇപ്പോഴത്തെ ലോകത്തിന് അടിയല്ല സമാധാനമാണ് ഇഷ്ടം. ഏകപക്ഷീയമായി അടിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവരൊക്കെ തിരിച്ചടി കിട്ടുമ്പോൾ പൊള്ളുകയും വേദനിക്കുകയും നോവുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് തീരുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്തതിനെ ഉന്നം വെക്കും, അടുത്ത സ്ഥലവും സ്വന്തമാക്കും. ആ ഒരു അഹങ്കാരത്തിനാണ് ഇറാൻ യഥാർത്ഥത്തിൽ തടയിട്ടത്. സമാധാനം വരട്ടെ, വെടിനിർത്തലാകട്ടെ. യുദ്ധം കെടുതിയാണ്, നാശമാണ്, നഷ്ടമാണ്, ഒരു തർക്കവുമില്ല. മനുഷ്യരെ കൊല്ലുന്നത് ഹീനമാണ്, ഹത്യയാണ്, ക്രൂരതയാണ്, ഭീകരതയാണ്. ഭീകരവാദികൾ ആരാണെന്നും തീവ്രവാദികൾ ആരാണെന്നും ലോകത്തിന് മുന്നിൽ വെളിവാക്കപ്പെട്ട ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു പോയത്. ഇപ്പം ഏറ്റവും ഒടുവിലും നടന്നത്. യഥാർത്ഥത്തിൽ ചാടി വീഴാൻ പറയുന്നതിന് മുമ്പ് കടന്നാക്രമിച്ചു ഇസ്രയേൽ. ഇപ്പോൾ വളരെ നീളത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആക്രമിച്ചത് അണുവായുധ കേന്ദ്രങ്ങളിലാണ്, അതാണ് ഇല്ലാതാക്കിയത്, ഒരു കുന്തവുമില്ല, അവിടേക്കൊന്നുമല്ല ആദ്യം യുദ്ധം തുടങ്ങിയത്. എന്നാൽ പിന്നീട് അത്തരമൊരു സംഗതിയിലേക്ക് മാറ്റേണ്ടി വന്നപ്പോഴും നിർത്താതെ തിരിച്ചടി കിട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നിർത്താതെ തിരിച്ചടി കിട്ടിയെന്ന് മാത്രമല്ല, പണ്ട് ഇറാഖിനെ ആക്രമിക്കാൻ പോകുമ്പോൾ ലോകം മുഴുവൻ അമേരിക്കയോടൊപ്പമായിരുന്നു. അടിച്ചോളാൻ പറയാൻ, കാശ് കൊടുക്കാൻ, ബേസ് കൊടുക്കാൻ, വിമാനങ്ങൾ കൊടുക്കാൻ, ആയുധങ്ങൾ കൊടുക്കാൻ എല്ലാവരും റെഡിയായിരുന്നു. കാരണം അതിലൊരു അനീതിയുടെ അംശമുണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ കുവൈറ്റ് എന്ന് പറയുന്ന ഒരു ചെറു രാജ്യത്തെ യാതൊരു പ്രകോപനവുമില്ലാതെ കടന്നാക്രമിച്ചു. ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ കടന്നാക്രമിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ ഇറാഖിനെതിരെ ഒരു വികാരമുണ്ടായി. 40 രാജ്യങ്ങളുടെ പിന്തുണ കിട്ടി. എന്നാൽ ഇവിടെ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് അമേരിക്കയിൽ പോലും ഇസ്രയേലിൽ പോലും പിന്തുണയില്ല. നേതാക്കൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ അവിടെ അങ്ങനെ നിലനിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി. അമേരിക്കയുടെ തെരുവുകളിലും ഇസ്രയേലിൻ്റെ തെരുവുകളിലും മനസാക്ഷിയുള്ള മനുഷ്യർ പ്രക്ഷോഭങ്ങളുമായി ഇറങ്ങി. കോൺഗ്രസ് അനുവാദം കൊടുക്കില്ലെന്ന് പറഞ്ഞു. വളരെ പൊടുന്നനവേയുള്ള ഒരു അക്രമത്തിന് ചിലപ്പോൾ അനുവാദം കിട്ടിയെങ്കിലും തുടർന്നുള്ള ആക്രമണത്തിന് അമേരിക്കൻ കോൺഗ്രസ് പോലും അനുവാദം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രാജ്യത്തും പുറം രാജ്യത്തുമെല്ലാം മൂടുമാറി. അതുകൂടാതെ പലപ്പോഴും ഇറാനോടുണ്ടായിരുന്ന ഹോസ്റ്റിലിറ്റി, ഒരസഹിഷ്ണുത മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെയും ഇല്ലാതായി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെയും ഇറാനോട് കാണിച്ചത് അനീതിയാണെന്നും അവരുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും അസന്നിഗ്ധമായി പറഞ്ഞപ്പോൾ പണ്ട് ഇറാഖിനെ അടിച്ചതുപോലെ ഇന്ധനവും കാശും ആളും ഒന്നും കിട്ടില്ല എന്ന് നെതന്യാഹുവിനും ട്രംപിനും മനസ്സിലായി. ഇതിനിടയിലാണ് സാധാരണ അപലപിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യാറുള്ള ചൈനയും റഷ്യയും കുറച്ചുകൂടി കർക്കശമായൊരു നിലപാടെടുത്തത്. അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്തും ചെയ്യും എന്ന് പറയുന്നൊരു നിലപാടിലേക്കെത്തി. ആ എന്തും ചെയ്യലിൽ അണുവായുധ സാങ്കേതികവിദ്യ കൈമാറും എന്നുകൂടി തീരുമാനിച്ചാൽ ഇതിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവും. ആ സന്ദർഭത്തിലാണ് പിന്നീട് ഞങ്ങളെ ഒന്ന് അടിച്ചു നിർത്തിക്കോ എന്ന് പറയുന്ന ഒരു പ്രപ്പോസലിലേക്ക് എത്തിയത്. ആ അടിച്ചു നിർത്തലാണ് കണ്ടത്. ഞങ്ങളെ അടിക്കുമ്പോൾ നോവാതടിക്കണം എന്ന് പറഞ്ഞതിന് അവരെ മേൽ നോവാതടിച്ചു. എന്നാൽ നോവിച്ചടിക്കേണ്ട ഇസ്രയേലിന് മേൽ അവസാന നിമിഷം വരെയും നോവിച്ചടിച്ചു. അവസാനവും ഉണ്ടായി മിസൈൽ ആക്രമണം. ഇത്രയേറെ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ ഒട്ടും വിചാരിച്ചില്ല. പാവം ഫലസ്തീനികളുടെ വേദനയും വേവലാതിയും ബങ്കറിൽ കഴിയലും പ്രാണഭയം കൊണ്ട് ഓടലുമൊക്കെ കുറഞ്ഞ ദിവസങ്ങളിലേക്കെങ്കിലും ഇസ്രയേലും അനുഭവിച്ചു. അപ്പോഴാണ് മച്ചമ്പിയുടെ പ്രഖ്യാപനം വന്നത്. രണ്ടുപേരും കൂടി വന്ന് ഞങ്ങളോട് സമാധാനം അഭ്യർത്ഥിച്ചു, അതുകൊണ്ട് ഞാനിതാ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാവുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും ആ സന്ദർഭത്തിൽ തന്നെ ഇറാൻ പറഞ്ഞത് തങ്ങളോട് അമേരിക്ക കെഞ്ചിയെന്നാണ്. എല്ലാത്തിലും അല്പമല്പം വാസ്തവമുണ്ടാവും, അല്പം കളവുമുണ്ടാവും. ഏതായാലും സത്യമായിട്ടുള്ളത് ജനങ്ങളുടെ കെടുതി തീരുന്നു എന്നുള്ളതാണ്. ഇനി വമ്പും പറഞ്ഞ് ലോകത്തിലെ എല്ലാം നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും അടുപ്പിൽ വരെ കൊണ്ടുചെന്ന് ബോംബിടാൻ ഞങ്ങൾക്ക് അധികാരവും ആയുധവും ഉണ്ടെന്നും
ഞങ്ങളെ ആരും അടിക്കില്ലെന്നുമുള്ള ഇസ്രയേലിൻ്റെ ധാർഷ്ട്യവും, അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടെങ്കിൽ എല്ലാ വേദനയും ഒരു തണുപ്പായി തോന്നുമെന്ന് പറയുന്ന ഒരു വിശ്വാസവും ഇല്ലാതായി എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത.